വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഇതുപോലൊരു ഐറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. ഇതാണ് പാസ്ട്രീസ്. പാസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ടെന്ന് വെച്ചാൽ പല ആകൃതിയിലും എന്നാൽ പല ഫില്ലിങ്ങുകളൊക്കെ നിറച്ച് ഇതിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചീസും അതുപോലെ ഹോട്ട് ഡോഗാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കുക. ആദ്യം തന്നെ ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ ഷുഗറും വെച്ചിട്ട് ഒരു ഇളം ചൂടുവെള്ളം കൊണ്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ശേഷം അത് വലിയ ബൗളിലേക്ക് 3 കപ്പ് മൈദയും 1 മുട്ടയും 1 കപ്പ് വാം മിൽക്ക് ഇളം ചൂടുള്ള പാലാണ്, അതുപോലെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും നേരത്തെ മാറ്റി വെച്ച ഈസ്റ്റ് ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പിഞ്ച് ഓഫ് സാൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ സെറ്റാക്കി എടുക്കുക കേട്ടോ. ശേഷം 40 ഗ്രാം ബട്ടറും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ റെസ്റ്റിന് വിടാം. ശേഷം ഇതാ ഞാനിവിടെ ഹോട്ട് ഡോഗ് നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാവ് ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നല്ല വട്ടാകൃതിയിൽ പരത്തുക. ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് ചീസാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ ചീസിൻ്റെ ക്യൂബ്സ് ആണ് കേട്ടോ. ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ മടക്കണം. ആദ്യം ഇത് വെച്ച ശേഷം ഇങ്ങനെ ഓരോന്നായിട്ട് മടക്കുക, എന്നിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അടുത്ത സെക്ഷനിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത് ഹോട്ട് ഡോഗ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് പരത്തി വെച്ചതിലേക്ക് നമ്മൾ 2 ഹോട്ട് ഡോഗ്സ് വെച്ച ശേഷം ഇങ്ങനെ സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കുക. വടി പോലെ വെച്ച ശേഷം കത്തിയോണ്ട് നമുക്ക് ഓരോ ചെറിയ ചെറിയ പീസുകളാക്കാവുന്നതാണ് കേട്ടോ. ടോപ്പിങ്സ് ഒക്കെ വെക്കുന്നതിന് മുന്നേ നമ്മൾ മുട്ടേൻ്റെ മഞ്ഞെടുത്തിട്ട് അതിൻ്റെ പുറം ഭാഗത്ത് എന്ന് വെച്ചാൽ മുകളിലെ ഭാഗത്ത് ഒന്നിങ്ങനെ ബ്രഷ് കൊണ്ട് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുക. പിന്നെ നമ്മളിതാ സെസമ സീഡാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റേ വെള്ള എള്ളു പോലെ നിൽക്കുന്ന ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഐറ്റങ്ങളാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ശേഷം പ്രത്യേകിച്ചൊന്നുമില്ല, നേരെ ഓവനിലേക്ക് വെക്കാവുന്നതാണ് കേട്ടോ. സംഗതി നമ്മൾ വിചാരിച്ചതിനേക്കാളും ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വീഡിയോ കണ്ടതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും വളരെ കുറച്ച് സമയമുള്ളൂ, അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈവനിങ്ങിലൊക്കെ നമുക്ക് ഈ സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.